അജു നിന്റെ ലവ് മാരേജ് ആയിരുന്നോ? അല്ല, അറേഞ്ച്ഡ്. ഗൈസ്, ഇത് താങ്ക് യു. ഓർത്തു പോയിട്ടോ. എന്താ? നിന്റെ വൈഫിനെ ഓർത്ത് നീ 5 മിനിറ്റ് നിന്ന് ചിന്തിച്ചു, അതുകൊണ്ട് പറഞ്ഞു. അല്ല, അതുകൊണ്ടല്ല. ഞാൻ എന്റെ പ്രണയങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ചാണ്. ഗൈസ്, എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്യുക കേട്ടാ. എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്യുക. എടി, അതൊന്ന് റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരുമോ? അപ്പൊ നീ അപ്പൊ ആരെയും പ്രണയിച്ചിട്ടില്ലേ? ഉണ്ടോ? എന്ത് ചോദ്യം ആകെ പ്രശ്നം. പ്രണയിച്ചിട്ടുണ്ട്. പ്രണയം ഭയങ്കര ഒരു സംഭവല്ലേ, അതൊരു എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത സാധനല്ലേ. അത് നമ്മളിങ്ങനെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടോ? അതെ, നമ്മൾ ഫുള്ള് പ്രണയമാണ്. എന്റെ പേര് ഫസ്റ്റ് പ്രണയം ഇടാൻ പോയതാണ്, പിന്നെ മാറിയതാണ്. അമ്മൂസേ, ഹായ് അമ്മൂസേ. ഗൈസ്, എന്താ കുഴപ്പമുള്ളത്? ആരോ പറഞ്ഞ പ്രണയിക്കരുത്? നീ പ്രണയിച്ചിട്ട് ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആരും അറിയാൻ പ്രണയിക്കാലോ, പ്രണയിക്കോട്ട്. ഗൈസ്, ഇവള് ഞാൻ നിനക്ക് എന്ത് പണിഷ്മെന്റ് തരുന്ന ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഞങ്ങൾക്ക് 4 ഫിക്സ് ആയി. ഞങ്ങളുടെ പെണ്ണിനെ പ്രണയിച്ചായിരുന്നു കേട്ടോ. ആര്? ഞങ്ങളുടെ ഷെയ്നിക്ക. ഞങ്ങളുടെ ഇവിടെ ഉള്ള എന്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ ഒരു പെണ്ണിനെ പ്രണയിച്ചായിരുന്നു. ആ പെണ്ണ് തേച്ചിട്ട് പോയി. ഇപ്പൊ ആ പെണ്ണിന് 2 മക്കളും ഉണ്ട്. ഷെയ്നിക്ക ആണെങ്കിൽ വേറെ കല്യാണം കഴിച്ച്, പക്ഷെ എങ്കിലും ആ ഒരു വിരകകാലത്തിലായിരുന്നു ഷെയ്നിക്ക ജീവിക്കുന്നത്. ഷെയ്നിക്കാണെങ്കിൽ ഷെയ്നിക്കാണെങ്കിൽ ഇല്ല പാടില്ലേ, ആൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോ ഹൃദയസഖി പാടിയത്. അല്ല, അയാൾ അപ്പൊ ഈ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. നന്നായി, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അറം പറ്റി പോയനെ. ശരി, ഒന്നുകൂടെ കേട്ടാണെങ്കിൽ ശരിക്കും ഇവിടുന്ന് നെഞ്ചത്തിടിച്ച് കരഞ്ഞേനെ. എനിക്ക് മനസ്സിലാക്കി. ഇപ്പൊ ഈ ഗെയിം നിനക്ക് 2000 വന്നു വിചാരിക്കാം, നീ എനിക്ക് എന്ത് പണിഷ്മെന്റ് തരിക? പിന്നെ ഞാൻ തറയെ കിടത്തി ഉരുട്ടോടാ. ഈ ചിരിച്ചോണ്ടിരിക്കുന്ന എൽബിയല്ലേ നീ കണ്ടിട്ടുള്ളൂ. ആ, പിന്നെ ഏത് എൽബി ഉള്ളത്? 10 തരുമോ? ശരി, പിന്നെ ഏത് എൽബി ഉള്ളത്? ചിരിച്ചോണ്ടിരിക്കുന്ന എൽബി അല്ലാണ്ട് വേറെ ഏത് എൽബി ഉള്ളത്? വേറൊരു എൽബി ഉണ്ട്, നിനക്ക് അറിയാത്തോണ്ടാ. എനിക്ക് എന്നാ ഒന്ന് കാണണം ഗൈസ്. അതെങ്ങനെ ഇരിക്കും? അതെങ്ങനെ ഇരിക്കും? അങ്ങനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിക്കട്ടെ, അപ്പൊ കാണിച്ചു തരാം. എടി, നീ അത് എത്രയും പെട്ടെന്ന് എനിക്ക് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തരണം കേട്ടോ. ചിരി എന്തിനാ? വെറുതെ ഒന്നുകിൽ ഞാൻ അലാറാക്കിട്ട് വയ്ക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോളിംഗ് ബെല്ല് ഫ്രണ്ടിൽ അടിച്ചു കഴിഞ്ഞാൽ എന്റെ റൂമിലേക്ക് എത്തണില്ല. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഷാബിയെ കടന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ മുസഫ ഭാഗത്ത് എല്ലാം കേൾക്കും. കാര്യം അറിയോ, എന്റെ ഈ ചിരി ഒരാള് റിംഗ് ടൂൺ ആക്കി ഇന്നും വെച്ചിട്ടുണ്ട്, നിനക്ക് അറിയോ? ആ നല്ല നാളും പറഞ്ഞില്ലേ. സത്യോടാ, ഞാൻ കള്ളല്ല പറഞ്ഞേ. എന്ത്? ഒരാൾ ഇന്നും എന്റെ ചിരി റെക്കോർഡ് ചെയ്ത് അത് അവരുടെ റിംഗ് ടൂൺ ആക്കി വെച്ചു. അല്ല, റിംഗ് ടൂൺ ആയിട്ടൊന്നും വെക്കണ്ട, ഇതിന് അലാറത്തിനാണ് കറക്റ്റ്. കാലത്ത് ഈ പറഞ്ഞ വെക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ആ ഫോണിൽ എപ്പോഴും കോള് വരത്തില്ല, വല്ലപ്പോഴേ വരത്തോളൂ. ആ വരുന്ന സമയത്ത് എന്റെ ഓർക്കാൻ. വരുന്ന സമയത്ത് ഈ സാധനമാണല്ലേ വരിക. എന്താല്ലേ ആളുടെയൊക്കെ ഓരോ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ആലോചിക്കാണ്. ശരി എൽബി, നീ ഇതുവരെ ലൈവ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കട്ടിയുള്ള പണിഷ്മെന്റ് ഏതാ? അതായത് നിനക്ക് തന്നെ മനസ്സിന് തോന്നി, ഓ ഇവൻ എന്തുവായി എനിക്ക് തരുന്നേ എന്ന് വിചാരിച്ചിട്ട് നീ ചെയ്തിട്ടുള്ള എനിക്ക് ഇഷ്ടമല്ല അത്. നല്ല ഭയങ്കര ബുദ്ധിമുട്ടാണോ അത് തറ കിടന്ന് ഉരുളാൻ? തറ കിടന്ന് ഉരുളാൻ ഡാൻസ് കാണാൻ വേണ്ടി അപ്പുറത്തെ കാണാൻ പോയത് നീ കൊല്ലും. ഡാൻസ് കാണിച്ചു തരല്ല, ഇറക്കി വിടാൻ. അതിന് ഞാൻ ഡാൻസ് നിനക്ക് തരുന്നില്ലല്ലോ. സ്കോർ അജുദിന്റെ. നീ ആദ്യം ജയിക്ക്. എനിക്കിവിടെ ഒരാൾ പോലും ഇല്ലാണ്ടാണ് 27. ഓക്കെ, നിനക്ക് അവിടെ എല്ലാ ഗിഫ്റ്റർമാരും ഇരുന്നിട്ടല്ലേ 23. ഹലോ, പോരട്ടെ.
പോരട്ടെ. Mind your words, okay? ആരെ ഫസ്റ്റ് ചോദിച്ചേ? എന്റെ അടുത്ത് നീയാ ചോദിച്ചത്. My gifters, okay? ഞാനൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല. നീയാണ് ഫസ്റ്റ് എന്ത് സ്കോറാണെന്ന് ചോദിച്ചത്. സംഭവം ഞാൻ ജയിക്കുന്നതിൽ എന്ത് കാര്യം? ജയിക്കുന്നതിലെ കാര്യം. ഓക്കെ, പണിഷ്മെന്റ് തരുന്നതിനാണ്. എടീ പണിഷ്മെന്റ് എപ്പോഴാ തരുന്നേ? ജയിക്കുമ്പോഴല്ലേ പണിഷ്മെന്റ് തരുന്നേ? നിനക്കെന്നിട്ട് എനിക്ക് പണിഷ്മെന്റ് തരാൻ പറ്റിയില്ലല്ലോ രായു. ഞാൻ ഈ ഗെയിമിൽ ജയിച്ച് അവന് ഞാൻ പണിഷ്മെന്റ് കൊടുത്താൽ ഇവന് പണിഷ്മെന്റ് കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ ഡാൻസ് കളിച്ചായിരുന്നു. മക്കളെ, ഈ കളി ഞാൻ ജയിക്കാന്നുണ്ടെങ്കിൽ ഇവളെ കൊണ്ട് ഞാൻ ഡാൻസ് കളിപ്പിക്കും. നീ ഡാൻസ് കളിക്കും. ആദ്യത്തെ ഓപ്ഷൻ ഡാൻസ്, ബാക്കി രണ്ടെണ്ണം മരണ പണിഷ്മെന്റ് തരും ഞാൻ. രായു നിനക്ക് ഞാൻ ഡാൻസ് കളിച്ചാ പോലെ. ഞാൻ ഡാൻസ് പണിഷ്മെന്റ് എടുക്കൂല. നീ എടുത്തിട്ട് പോയാ മതി. വേണ്ടല്ലേ ഗൈസ്? ആ പറഞ്ഞോ, നിങ്ങക്ക് ജയിക്കണോ? ജയിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ. നമുക്ക് ഞങ്ങൾക്ക് ഐ ഡോണ്ട് വാണ്ട് യുവർ ഔദാര്യം. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി. നമ്മളങ്ങനെ വലിയ മനസ്സുള്ള ആൾക്കാരാണ്. നമുക്കങ്ങനെ ഒരാൾ ജയിക്കണോണ്ട് നമുക്കങ്ങനെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിന്നെ പോലെ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന ആള് ജയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല. 10 വേണം. അവൻ കിടന്ന് വീണാ മതി, ആരും മൈൻഡ് ചെയ്യണ്ട. പാവമാണ് ബ്രോ, ഞാൻ വിട്ട് കളയുന്നു. ഓക്കെ ഓക്കെ, ഇവിടെ ഫുള്ള് സെറ്റായിട്ടിരിക്കുക. അവിടെ നിന്റെ മുഖത്തെ ആ ഊഷ്മളത കളയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുകയാണ്. ഒന്ന് പോള ചെക്ക. ഇതെന്താ ലവ് സോങ് ആണോ? നീ എന്നെ മ്യൂട്ട് ആയിക്കോ, ചിലപ്പോ നിനക്ക് ഒപ്പന സോങ് പോലൊക്കെ തോന്നും. അയ്യോ, ഒപ്പന സോങ് അല്ല ഇത്. തുടക്കം തൊട്ട് കേട്ടോണ്ട് ഒപ്പന സോങ് ഒന്നല്ല. എന്റെ എൽബി ഏത് പാട്ട് വെച്ചാലും എനിക്ക് ഇഷ്ടാ. എന്റെ മോനെ ഗെയിമിനിടാൻ പറ്റിയ പാട്ട്. ഇതെന്തോ എടുക്കും. ഓക്കെ, ഇവളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇരിക്കുന്ന കുട്ടിയാണ്. ശ്രദ്ധയാണ് ഇവളുടെ പേര്. ഇവൾക്ക് ആദ്യം ശ്രദ്ധ എന്ന് പേരിടാൻ പോയതാണ്. മാറ്റിപ്പോയത് എൽബിനാക്കിയതാ. അത് നന്നായി എന്തായാലും.